വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ അവിൽ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. 1 കപ്പ് അവിൽ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അവിൽ കൊണ്ടുള്ള 4 മണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അവിൽ ഇട്ട് കൊടുക്കാം. അവിൽ കുതിരാനായിട്ട് ആവശ്യത്തിന് അതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുതിരാനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അവിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടി അതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണിത്. ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് കൊത്ത് കറിവേപ്പില പൊടി പൊടിയാന്ന് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് ഇതിലേക്ക് നമുക്ക് 1 അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. 1 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്തത്. ഇനി ഉപ്പ് പൊടി കൂടി ചേർക്കാം. ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. കൂടി പോകരുത്. 1/2 സ്പൂണാണ് ഞാനിവിടെ ചേർത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുഴയ്ക്കാൻ പാകത്തിന് അരിപ്പൊടി ചേർക്കാം. കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള പൊടി ചേർത്താൽ മതിയാകും. അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതിയാകും. കൈ വെച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് കുഴയ്ക്കാം. അല്ലെങ്കിൽ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഓയിൽ ചേർക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഒരു കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. ഇതുപോലെയാണ് കുഴച്ചെടുക്കാനുള്ളത്. നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്ന് ചെറുതാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതുപോലെ 2 കൈ വെച്ച് ആക്കിയെടുത്തിട്ട് ഞാനിതിപ്പോൾ ചതുരത്തിനാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് കനം വേണ്ട, ചപ്പിച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ ചതുരത്തിനാണ് എടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാം. കനം കുറച്ചാണ് ഇതുപോലെ ചപ്പിച്ചെടുക്കാനുള്ളത്. എണ്ണയിൽ മുക്കി പൊരിക്കാത്തത് കൊണ്ട് കനം കുറച്ചെടുക്കണം. കുറച്ചെണ്ണയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. എല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. എല്ലാ പീസും ഷേപ്പാക്കി എടുത്തു. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയാകും. മുക്കി പൊരിക്കുന്നില്ല. എണ്ണ ചൂടായി വന്ന് നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അവിലായതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. ഹെൽത്തി ആയിട്ടുള്ളതാണിത്. എല്ലാ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് അനക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും കൂടി വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നു.
എല്ലാം മറിച്ചിട്ട് കൊടുത്തു. ഇത് നമുക്ക് വളരെ പെട്ടെന്നാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. 1 കപ്പ് അവിലും 1 ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഞൊടിയിടയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് വെന്ത് വരാറായി, മറുവശവും കൂടി മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. മറു സൈഡും മുരിഞ്ഞു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.